ഹലോ ഗ്രിറ്റ്നേഴ്സ്. കട്ടക്കിലെ തോൽവിക്ക് മുള്ളൻകോലിൽ പകരം ചോദിച്ച് ദക്ഷിണാഫ്രിക്ക. ഇന്നലെ നടന്ന രണ്ടാം T20 മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് 51 റൺസിൻ്റെ ജയം. ടോസ് ഇന്ത്യ ജയിച്ചെങ്കിലും കളി ജയിച്ചത് സൗത്ത് ആഫ്രിക്കയാണ്. ടോസ് ജയിച്ച ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ബാറ്റിങ്ങിനാക്കിയായിരുന്നു. സൗത്ത് ആഫ്രിക്ക നിശ്ചിത 20 ഓവറിൽ 213 എന്ന നിലയിൽ ഇന്നിങ്സ് അവസാനിപ്പിച്ചു. 214 എന്ന വിജയലക്ഷ്യം മറികടക്കാനിറങ്ങിയ ഇന്ത്യയുടെ ഇന്നിങ്സ് വെറും 162 റൺസിൽ ഒതുങ്ങി. 19.1 ഓവറിൽ ഇന്ത്യ ഓൾ ഔട്ട്. അപ്പോൾ മത്സരത്തിലേക്ക് വരാം. വീഡിയോ തുടർന്ന് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നലത്തെ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റും ചെയ്യുക. മുള്ളൻകോലിൽ ഇന്നലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ മെൻസ് ക്രിക്കറ്റ് മത്സരമായിരുന്നു. അവിടെ പുതിയ സ്റ്റേഡിയമാണ്. അപ്പോൾ ആദ്യത്തൊരു മെൻസ് ഇൻ്റർനാഷണൽ ഇന്നലത്തെ മത്സരമായിരുന്നു. ഇന്നലത്തെ മത്സരം ഇന്ത്യക്ക് നിരാശ തന്നെയായിരുന്നു സമ്മാനിച്ചത്. തോൽവിയുടെ ആയിരുന്നു ആ സ്റ്റേഡിയത്തിൻ്റെ തുടക്കം. സൗത്ത് ആഫ്രിക്കൻ ടീമിൽ 3 മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ടീമിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. സഞ്ജു സാംസൺ 11 കളിക്കുമെന്ന് മലയാളികൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. മഹാരാജ്, ക്രിസ്റ്റ്യൻ സ്റ്റബ്സ്, ആൻഡ്രിക് നോച്ച് എന്നിവർക്ക് പകരം ഓർഡിനേറ്റ് ബാറ്റ്മാൻ, ലിൻഡെ, റീസ ഹെൻഡ്രിക്സ് എന്നിവരാണ് ആ ചേഞ്ചസ്. ക്വിൻ്റൺ ഡി കോക്കും റീസ ഹെൻഡ്രിക്സുമാണ് സൗത്ത് ആഫ്രിക്കൻ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. പവർ പ്ലേയിലെ 5-ാം ഓവറിൽ സൂര്യകുമാർ വരുൺ ചക്രവർത്തിയെ പന്തേൽപ്പിക്കുകയായിരുന്നു. തീരുമാനം ശരിയെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു. ആദ്യ ബോളിൽ തന്നെ റീസ ഹെൻഡ്രിക്സിനെ ഔട്ടാക്കി വരുൺ ചക്രവർത്തി. എന്നാൽ പിന്നാലെ വന്ന എയ്ഡൻ മാർക്കും ക്വിൻ്റൺ ഡി കോക്കും കൂടി 83 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് രണ്ടാം വിക്കറ്റിൽ ഇരുവരും കൂടി നേടിയത്. പിന്നീട് വരുൺ ചക്രവർത്തി തന്നെയാണ് മാർക്കറത്തെ പുറത്താക്കി ആ പാർട്ട്ണർഷിപ്പ് പൊളിച്ചത്. കൂടുതലും ഡി കോക്കിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു കൂടുതൽ റൺസും ആ പാർട്ട്ണർഷിപ്പിൽ വന്നത്. മാർക്കം അപ്പുറത്ത് ഒരു സപ്പോർട്ടീവ് റോളിൽ ബാറ്റ് ചെയ്യുക തന്നെയായിരുന്നു. ഡി കോക്കിൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞത് 7 6 5 4 അടക്കമായിരുന്നു ഡി കോക്കിൻ്റെ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ മത്സരത്തിൽ വന്നവർക്കെല്ലാം വിക്കറ്റ് കൊടുത്ത ദക്ഷിണാഫ്രിക്ക ഇപ്രാവശ്യം എറിഞ്ഞവർക്കെല്ലാം 6 4 ആയിരുന്നു കൊടുത്തത്. പ്രത്യേകിച്ച് ഡി കോക്ക് തലങ്ങും വിലങ്ങും നിന്നടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ മുള്ളൻകോലിൽ കണ്ടത്. പിന്നെ അവസാനം 90 റൺസ് എടുത്ത് നിൽക്കെ ജിതേഷ് ശർമ്മയുടെ ഒരു നല്ലൊരു റൺഔട്ടാണ് ഡി കോക്കിനെ ഡഗൗട്ടിലേക്ക് പറഞ്ഞയച്ചത്. കാരണം ബോളർമാർക്കൊന്നും ഡി കോക്ക് ഫോമായി അറിയാം. ബോളർമാർക്ക് പിന്നെ ഔട്ടാക്കാന്ന് പറഞ്ഞത് അത്ര വലിയ കാര്യമല്ല. പുള്ളി ഫോമായ പിന്നെ അവസാനം വരെ ഒന്ന് അടിക്കും. അങ്ങനത്തെ ഒരു ബാറ്റിംഗ് ശൈലിയുള്ളൊരു ഇതാണ് ക്വിൻ്റൺ ഡി കോക്ക്. അപ്പോൾ ഡി കോക്ക് പുറത്തായ ശേഷം ബ്രൂയിസിൻ്റെ ഒരു ചെറിയൊരു ഇന്നിങ്സ് ആയിരുന്നു. അധികം കളിക്കാൻ സാധിച്ചില്ല. അവസാനം മില്ലറും ഫെരേരയും കൂടി ഒരു 50 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് സൗത്ത് ആഫ്രിക്കൻ സ്കോർ 200 റൺസ് കിടത്തി. അങ്ങനെ 213-ൽ 4 എന്ന നിലയിൽ സൗത്ത് ആഫ്രിക്കൻ സ്കോർ അവസാനിപ്പിക്കുകയായിരുന്നു. ലാസ്റ്റ് ഓവർ എറിഞ്ഞ ബുംറയെ 18 റൺസാണ് അടിച്ചത്. കാരണം ഇന്ത്യൻ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുകൂടിയും ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇനി വരുന്നത് T20 വേൾഡ് കപ്പാണ്. അപ്പോൾ ഇമാതിരി ബോളിങ്ങൊക്കെ ആണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കും. ഇന്നലെ എറിഞ്ഞ എല്ലാവർക്കും പേസേഴ്സായ അർഷദീപിനും കിട്ടി 54 റൺസാണ് 4 ഓവറിൽ സൗത്ത് ആഫ്രിക്ക അടിച്ചത്. ബുംറയ്ക്ക് 4 ഓവറിൽ 45 റൺസും കിട്ടി. സ്പിന്നേഴ്സാണ് കുറച്ചുകൂടിയും ബെറ്റർ ആയത്. വിക്കറ്റ് കിട്ടിയതെന്നുള്ള സ്പിന്നേഴ്സിന് തന്നെയായിരുന്നു. വരുൺ ചക്രവർത്തിക്ക് 2 അക്സർ പട്ടേലിന് 1 വിക്കറ്റുമാണ് ഇന്നലെ കിട്ടിയത്. സൗത്ത് ആഫ്രിക്കയുടെ 214 എന്ന റൺസ് ചേസ് ചെയ്യാൻ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും കൂടിയാണ്. ശുഭ്മാൻ ഗില്ല് ആദ്യ ഓവറിൽ തന്നെ പുറത്താവുകയാണ്. ഗോൾഡൻ ഡക്ക് ആയിരുന്നു ലുങ്കിയങ്കിയുടെ ബോളിൽ. ഇനിയെങ്കിലും ഇന്ത്യൻ മാനേജ്മെൻറ്റ് ഒന്ന് പരിശോധിക്കുന്നു തോന്നുന്നു. കാരണം ഓപ്പണിങ്ങിലുണ്ടായിരുന്ന സഞ്ജു സാംസണെ തഴഞ്ഞ് ശുഭ്മാൻ ഗില്ലിനെ വീണ്ടും ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്തിനായിരുന്നു? അതായത് 2025 കണക്കെടുത്താൽ ഒരു ഇന്നിങ്സ് പോലും 50+ സ്കോർ ശുഭ്മാൻ ഗിൽ ഇതുവരെ നേടിയിട്ടില്ല. അപ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് ഇന്ത്യൻ ടീമിൽ കുറച്ച് മാറ്റങ്ങളുണ്ടാകുമെന്ന് തന്നെ വിചാരിക്കാം. പിന്നെല്ലാം ഈവൻ ശുഭ്മാൻ ഗില്ലിനെ എന്തുകൊണ്ട് ഈ 3 ഫോർമാറ്റിലും കളിക്കണം എപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ടെസ്റ്റിലും 1 ഡേയ്സിലും അതുപോലെ തന്നെ T20സിലും 3 ഫോർമാറ്റിലും കളിക്കുന്ന ഒരേ ഒരു താരം വേണമെങ്കിൽ ശുഭ്മാൻ ഗില്ലെന്ന് തന്നെ പറയാം. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവില്ല. ഓക്കെ, അപ്പം മത്സരത്തിൽ വെച്ചാൽ പിന്നെ 1 ഡൗണായി വന്നത് അക്സർ പട്ടേലാണ്. അക്സർ പട്ടേൽ കൂടുതലൊന്നും ചെയ്യാൻ സാധിച്ചില്ല. 20 റൺസ് എടുത്ത് പുറത്തായിരുന്നു. പിന്നാലെ സൂര്യകുമാർ യാദവ് വന്നു. ആദ്യ ബോളിൽ 4 ഒക്കെ അടിച്ച് തുടങ്ങി. പിന്നെ ഒരു ജാൻസൻ്റെ ബോളിൽ ഡി കോക്കിന് ക്യാച്ച് നൽകി ഒരു പോവുകയായിരുന്നു. അങ്ങനെ 4-ാം വിക്കറ്റിൽ ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും കൂടി ഇന്ത്യയെ
ജയിപ്പിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായി. ഏകദേശം 50-51 റൺസ് ഇരുവരും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യും. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരുന്നു. കാരണം അത്ര വലിയൊരു സ്ട്രൈക്ക് റേറ്റിലുള്ള പാർട്ട്ണർഷിപ്പായിരുന്നില്ല ഇവർ തമ്മിൽ. ഏകദേശം 40 ബോളിൽ 51 റൺസാണ്. കാരണം പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്തുനിന്ന് വളരെ ഒരു ചെറിയൊരു സെൻസിബിൾ ഇന്നിങ്സ് പോലെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ കളി. ഇന്ത്യക്ക് വേണ്ടി ആകെ കളിച്ചത് തിലക് വർമ്മ മാത്രമാണ്. തിലക് വർമ്മയുടെ 34 ബോളിൽ 62, 5 6ഉം 2 4ഉം അടങ്ങിയതായിരുന്നു തിലക് വർമ്മയുടെ ഇന്നിങ്സ്. അവസാനമായി പുറത്തായതും തിലക് വർമ്മയാണ്. ആ ഒരു തിലക് വർമ്മയുടെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യയെ ഒരു വലിയൊരു തോൽവിയിൽ നിന്ന് രക്ഷിച്ചതെന്ന് പറയാം. 5ാം വിക്കറ്റിൽ ജിതേഷ് ശർമ്മയും തിലക് വർമ്മയും ഒരു ശ്രമം നടത്തിയെങ്കിലും അതൊന്നും ഇന്ത്യ ജയിപ്പിക്കാനുള്ളൊരു ഇത് ആയിരുന്നില്ല. ശിവൻ ദുബെയൊക്കെ വന്ന പോലെ തന്നെ മടങ്ങി. കൂടുതലൊന്നും പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഓട്ടനായി പാട്ട്മാൻ 4 വിക്കറ്റ് എടുത്തു. അങ്ങനെ സൗത്ത് ആഫ്രിക്കയ്ക്ക് 51 റൺസിൻ്റെ ജയം. ഇതോടെ പരമ്പര 1-1 സമനിലയുണ്ട്. ഇനി ബാക്കി 3 മത്സരങ്ങളാണ് ഉള്ളത്. അടുത്ത മത്സരം ധരംശാലയിലാണ്. 3ാം T20 ഞായറാഴ്ചയാണ്, ഡിസംബർ 14 ഞായറാഴ്ചയാണ് അടുത്ത മത്സരം നടക്കുന്നത്. അപ്പോൾ അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.